നമസ്കാരം, ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് പെരിങ്ങോട് സെന്ററിൽ മുറിച്ചിട്ട മരത്തടികൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുന്നു. മരങ്ങൾ റോഡരികിൽ മുറിച്ചിട്ടിട്ട് മാസങ്ങളായി. പെരിങ്ങോട് സെന്ററിലാണ് മുറിച്ചു മാറ്റിയ മരത്തടികൾ മാസങ്ങളായി പാതയോരത്ത് കിടക്കുന്നത്. പെരിങ്ങോട് സെന്ററിലെ ഒരു വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരമാണ് അധികൃതർ ഇടപെട്ട് മുറിച്ചു മാറ്റിയത്. എന്നാൽ മുറിച്ചു മാറ്റിയ മരത്തടികളാകട്ടെ മറ്റൊരു വ്യാപാര സ്ഥാപനത്തിന് മുന്നിലാണ് ഇട്ടിരിക്കുന്നത്. വ്യാപാര സ്ഥാപനത്തിലേക്ക് വരുന്ന ആളുകൾക്കും ഇതിലൂടെ കടന്നു പോകുന്നവർക്കും ഇത് ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. മരത്തടികൾ കിടക്കുന്ന ഭാഗത്ത് കുറ്റിക്കാടുകൾ പടർന്നു പിടിക്കുന്ന അവസ്ഥയുമാണ്. നിരവധി തവണ ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. മുറിച്ചു മാറ്റിയ മരത്തടികൾ നീക്കം ചെയ്യാത്തത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന് സമീപത്തെ വ്യാപാരി കൂടിയായ വേലായുധൻ പറയുന്നു. കഴിഞ്ഞ 11 മാസം മുന്നേ ഈ ഷോപ്പിയുടെ തൊട്ടടുത്ത കടയുടെ മുന്നിൽ അവർക്ക് ശല്യമായി നിന്നിരുന്ന മരം അവരുടെ പരാതി പ്രകാരം നാഗലശ്ശേരി പഞ്ചായത്ത് അധികൃതർ മുറിക്കുകയും തൊട്ടടുത്ത കടയായ എൻ്റെ കടയുടെ മുന്നിൽ അത് കൂട്ടിയിടുകയുമായി ഉണ്ടായത്. ഞാനത് അന്ന് തന്നെ അവരോട് ഇതിവിടെ ഇട്ടാൽ എനിക്ക് സാധനങ്ങൾ ഇറക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. നാളെ എടുക്കാമെന്ന് പറയുകയും കഴിഞ്ഞ 11 മാസമായി ആ സാധനം ഇതുവരെയും ഇവിടെ ഒന്നും നീക്കം ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കടയുടെ മുന്നിൽ ആളുകൾക്ക് സാധനം വാങ്ങിക്കാൻ വണ്ടി നിർത്താൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ബിസിനസ്സിനെ കാര്യമായി ഈ മരം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഞാനിതിനെതിരെ കഴിഞ്ഞ 6 മാസം മുന്നേ നാഗലശ്ശേരി പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതിനെതിരെ ഞാൻ കളക്ടർക്ക് പരാതി കൊടുക്കുകയുണ്ടായി. കഴിഞ്ഞ മാർച്ച് 7 നേരിട്ട് പാലക്കാട് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഗലശ്ശേരി പഞ്ചായത്തിന് കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഇതിനെ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർ അവർക്ക് നിർദ്ദേശം കൊടുത്തതിൻ്റെ കോപ്പി എനിക്ക് അയച്ച് തന്നിട്ടുള്ളതുമാണ്. എന്നാൽ കഴിഞ്ഞ 1 മാസമായി ഇങ്ങനെ കളക്ടർ ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും ഈ മരത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഒരു വ്യാപാര സ്ഥാപനത്തിന് മുന്നിലെ അപകട ഭീഷണി ഒഴിവാക്കുവാൻ വേണ്ടിയാണ് മരം മുറിച്ചു മാറ്റിയത്. എന്നാൽ ഇത് മറ്റൊരു വ്യാപാര സ്ഥാപനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് അധികൃതരുടെ സമീപനം ഉണ്ടായിരിക്കുന്നതെന്നാണ് ആക്ഷേപം. മരം മുറിച്ചു മാറ്റാൻ മാത്രമാണ് പഞ്ചായത്തിന് അധികാരമെന്നും ഇത് ലേലം ചെയ്യേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ കഴിഞ്ഞ 11 മാസത്തോളമായി ഈ മരത്തടികൾ നാദില്ലാത്ത അവസ്ഥയിൽ ഇവിടെ കിടക്കുകയാണ്. ഇത് പ്രദേശവാസികൾക്കും ദുരിതം സൃഷ്ടിക്കുന്നെന്നാണ് ആക്ഷേപം. പട്ടാമ്പി GMLP സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള വർണ്ണകൂടാരം പദ്ധതി പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സ്കൂൾ കോമ്പൗണ്ടിൽ സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കുന്നത്. അടുത്ത അധ്യയന വർഷം പദ്ധതി സ്കൂളിന് സമർപ്പിക്കും. SSKയുടെ ഭാഗമായി പട്ടാമ്പി BRCയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് LP സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പാക്കുന്നത്. വിശാലവും ശിശുസൗഹൃദവുമായ പ്രവർത്തന മേഖലകൾ സൃഷ്ടിച്ച് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മികവുറ്റതാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 10 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടപ്പാക്കുന്നത്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യഘടകങ്ങളാണ് ഒരുക്കുന്നത്. സമഗ്ര വികസനം ഉറപ്പാക്കുകയാണ് വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ. 13 ഇന പ്രവർത്തികളാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുക. ഭാഷാ വികസനത്തിനുള്ള ഇടം, ഗണിതശാസ്ത്ര ഇടം, കലാപ്രകടനം നടത്താനുള്ള ഇടം, വിശാലമായ കളിസ്ഥലം തുടങ്ങിയവയും ഒരുക്കും. സ്കൂൾ അങ്കണ സൗന്ദര്യവൽക്കരണവും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. മലപ്പുറം സ്വദേശി രാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മുടെ പട്ടാമ്പി GMLP സ്കൂളിന് പട്ടാമ്പി BRC ഫണ്ട് മുടക്കുന്ന വർണ്ണക്കൂടാരം എന്നുള്ളൊരു പദ്ധതിയാണത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഒരു മീനാണ്. അതിനകത്തു കൂടെ അങ്ങനെ വന്നിട്ട് ഈ ഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാം മക്കൾക്ക്. ഇതിൽ നമ്മളെ ഈ അക്വേറിയത്തിൽ നിന്ന് പുറത്തേക്ക് വെള്ളം ചാടും. അതിന് അകത്തേക്ക് ഒരു ഗ്ലാസ് ഇട്ടൊരു അക്വേറിയായിരിക്കും. അപ്പോൾ അതിൽ കളർ മീനുകളൊക്കെ ഇട്ടാൽ കാണാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ ഗ്ലാസ് ഇടുന്നത്. അല്ലെങ്കിൽ മക്കൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ ആ കുഴിയിലേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് മക്കൾക്ക് അടുത്തേക്ക് വരാനുള്ളൊരു ഇത് നമ്മളവിടെ ചാൻസ് ഇവിടെ കൊടുക്കണില്ല. പുറത്തുനിന്ന് തന്നെ മീനുകളെ കാണാം. പിന്നെ ഇതൊരു കുഞ്ഞി ആന ഉണ്ട്, ഒരു കുട്ടിയാന. അതിൻ്റെ മുകളിൽ അവർക്ക് കയറിയിരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവും. പിന്നെ ഇതിന് അങ്ങേ ഭാഗത്ത് ഒരു മെട്രോ, പട്ടാമ്പി മെട്രോ എന്നുള്ള കുട്ടികൾക്ക് കയറിയിരിക്കാനുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ഒരു ടർഫ് ഉണ്ടാവും. പിന്നെ സ്കൂളിൽ നിന്ന് കയറി വരുന്ന നേരെ മുൻഭാഗത്തൊരു കെട്ട് കാണാം. ആ കെട്ടിൻ്റെ ഭാഗത്ത് ഐ ലവ് മൈ സ്കൂൾ എന്നുള്ളൊരു ഇപ്പോൾ നമ്മൾ
സിറ്റികളിലൊക്കെ കാണാമല്ലോ ഈ മൈ ലവ് എന്നൊക്കെയുള്ളൊരു അതുപോലത്തെ ഒരു പദ്ധതിയായിട്ടാണ് നമ്മളിവിടെയൊക്കെ ചെയ്യുന്നത്. വിദേശ മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വല്ലപ്പുഴയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഒരാൾ പിടിയിൽ. വല്ലപ്പുഴ മാട്ടായ സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 7 ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു. പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി ശിവകുമാറിന്റെ നേതൃത്വത്തിൽ വല്ലപ്പുഴ മാട്ടായിൽ നടത്തിയ പരിശോധനയിലാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ വിൽപ്പന നടത്തിയ കുറ്റത്തിന് വല്ലപ്പുഴ മാട്ടായ സ്വദേശി പുളിക്കൽ മുസ്തഫയെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 7 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടികൂടി. മദ്യം വിൽപ്പന നടത്താനായി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്കൂട്ടറും പിടിച്ചെടുത്തു. മുസ്തഫ വ്യാപകമായ രീതിയിൽ ഇവിടെ മദ്യ കച്ചവടം നടത്തിവരികയാണെന്ന പരാതിയും അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. പട്ടാമ്പി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിശോധനാ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ശ്രീജിത്ത്, സ്റ്റാലിൻ സ്റ്റീഫൻ, സിവിൽ എക്സൈസ് ഡ്രൈവർ ഷാജിർ എന്നിവരും ഉണ്ടായിരുന്നു. പട്ടാമ്പി ടൗണിലെ അഴുക്കുചാലുകളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാവുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പട്ടാമ്പി ടൗണിലെ അഴുക്കുചാലിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും മലിനജലം ഒഴുക്കിവിടുന്നതായുള്ള പരാതി വ്യാപകമാണ്. അഴുക്കുചാലുകളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. മേലെ പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തു നിന്നുമാണ് പരിശോധന നടക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ PV സുബ്രഹ്മണ്യൻ പറഞ്ഞു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സംഗീത ശങ്കർദാസ്, വാഹിദ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഹോട്ടലുകളിൽ നിന്നും മറ്റും മലിനജലം അഴുക്കുചാലിലേക്ക് തള്ളിവിടുന്നത് കണ്ടെത്തിയാൽ നടപടിയുണ്ടാകുമെന്നും ഇത്തരം പരിശോധന വ്യാപകമാകുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. പട്ടാമ്പി നഗരസഭയിലെ ടൗൺ പ്രദേശങ്ങളിലെ ചാലുകളിൽ മലിനജലം ഒഴുക്കിവിടുന്നതായും അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ളതായി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളിന്ന് ഗാന്ധി പ്രതിക്ക് സമീപം ഉള്ള ചാല് പരിശോധിക്കുകയാണ്. ചാലിൽ മലിനജലം ഒഴുക്കിവിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ്. കാലപരിധിയിൽ വിവിധ ചാലുകളിലും നമ്മൾ തുടർ പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ സ്ഥാപന അടച്ചുറപ്പ് നടക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. സംസ്ഥാനത്ത് കൊടും ചൂടിന് ആശ്വാസമില്ല. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയവർ ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം. അതേസമയം വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല. പകരം ക്രമീകരണം ഏർപ്പെടുത്താൻ സർക്കാർ ബോർഡിന് നിർദ്ദേശം നൽകി. അടുത്ത 15 ദിവസം കൂടി വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരും. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകട സാധ്യതാ മുന്നറിയിപ്പുകൾ പ്രദർശിപ്പിക്കണം. മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാൻ ഇടയുള്ള ജലാശയങ്ങളിൽ സുരക്ഷാ മുന്നറിയിപ്പ് നൽകണം. ആപത് മിത്ര, സിവിൽ ഡിഫൻസ് തുടങ്ങിയ സന്നദ്ധ സേനകളെ നേരത്തെ സജ്ജമാക്കണം. എലിപ്പനി, ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പ്രതിരോധത്തിൽ കാര്യമായി ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCTV. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. 17 വയസ്സ് പ്രായമുള്ള മകളുടെ സുഹൃത്തായ പെൺകുട്ടിക്കു നേരെ
ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി ചെറുതുരുത്തി കല്ലേക്കുന്ന് സ്വദേശി 53 വയസ്സുള്ള പത്മകുമാറിനാണ് 5 വർഷം കഠിന തടവും 50,000 രൂപ ശിക്ഷയും വിധിച്ചത്. പിഴടക്കാത്ത പക്ഷം 3 മാസം അധിക കഠിന തടവുമാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി മിനി ആർ ശിക്ഷ വിധിച്ചത്. 2022 മാർച്ച് മാസം 5-ാം തീയതി അതിജീവിത സുഹൃത്തിന്റെ വീട്ടിൽ ഉണ്ടായ സമയം സുഹൃത്തിന്റെ അച്ഛനായ പ്രതി 2 തവണ പെൺകുട്ടിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ SI ബിന്ദുലാൽ PB കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. CPO സനൽകുമാർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. കപ്പൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ പാടശേഖരത്തിൽ വ്യാപക തീപിടുത്തം. കൊള്ളനൂർ താഴത്തേക്കാവ് പാടശേഖരത്തിലാണ് തീ പടർന്നു പിടിച്ചത്. നാട്ടുകാരുടെ അവസരോചിത ഇടപെടൽ മൂലം സമീപത്തെ ക്ഷേത്രത്തിലേക്ക് തീ പടർന്നു പിടിക്കാതെ നിയന്ത്രണ വിധേയമാക്കി. വാർഡ് മെമ്പർ സൽസമ്മ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ തീയണക്കൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പ്രദേശത്തെ മണ്ണെടുപ്പ് നിർത്തലാക്കുക. കഴിഞ്ഞ ദിവസം പാറ ഉരുണ്ടു വീണ് അപകടമുണ്ടായ സ്ഥലത്ത് വില്ലേജ് ഓഫീസർ സന്ദർശനം നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചായത്തിലെ UDF മെമ്പർമാർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പള്ളിപ്പാടത്ത് മണ്ണ് ഖനനം നടക്കുന്ന കുന്നിൻ മുകളിൽ നിന്നും ഭീമൻപാറ ജനവാസ മേഖലയിലേക്ക് ഉരുണ്ടു വീണിരുന്നു. താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ കുന്നിന്റെ താഴ്ഭാഗത്തെ 10ഓളം കുടുംബങ്ങൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് തിരുമിറ്റക്കോട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. വില്ലേജ് ഓഫീസ് പരിസരത്ത് സമരം നടത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ വാക്കേറ്റം നടന്നു. ഓഫീസ് കോമ്പൗണ്ടിന് പുറത്തിറങ്ങി പ്രതിഷേധം നടത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതോടെയാണ് നേരിയ തോതിൽ വാക്കേറ്റമുണ്ടായത്. PA വാഹിദ്, PM മുസ്തഫ തങ്ങൾ, P റഷീദ, ഷംസുദ്ദീൻ, സുമയ്യ അബ്ബാസ്, റഷീദ് തങ്ങൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒരു പ്രകൃതി ദുരന്തമുണ്ടായ ഓടിയെത്തേണ്ട ആദ്യത്തെ ആൾ വില്ലേജ് ഓഫീസറാണ്. അതുപോലും ആ പ്രദേശത്ത് പ്രകൃതി ദുരന്തമല്ല, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടം. ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ ആ റബ്ബർ എസ്റ്റേറ്റ് ഇല്ലായിരുന്നെങ്കിൽ കുറേ ആളുകൾ മരിച്ചിരുന്നു. അത്രയും വലിയൊരു പാറയാണ് പുഴങ്ങി വീണിട്ടുള്ളത്. ഇതൊക്കെ ഞങ്ങൾ ഈ കമ്പനിയുമായും ഇതിൻ്റെ ഉദ്യോഗസ്ഥരുമായും ഒക്കെ പഞ്ചായത്തിൽ വിളിച്ച് യോഗത്തിൽ ഇത് ആവശ്യപ്പെട്ടാണ് ഞങ്ങളുടെ. അപ്പം നിങ്ങളുടെ ആശങ്കയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആശങ്ക യഥാർത്ഥമാണെന്നുള്ളത് ഇപ്പോൾ ഇന്നലെ അവിടെ ബോധ്യപ്പെട്ടു. ഇന്നലെ SIയും പോലീസൊക്കെ വന്നിട്ട് അത് നിർത്തിവെക്കണം എന്നുള്ള ഞങ്ങളുടെ ആവശ്യം, ന്യായമായ ആവശ്യം അത് അംഗീകരിച്ച് ഇന്നലെ നിർത്തിവെപ്പിച്ചു. പാടം മേഖലയിൽ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ മണ്ണിടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയുടെ വികസനം എന്ന പേരിലാണ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പരത്തിക്കൊണ്ട് ഒരു മണ്ണ് മാഫിയ എന്ന് തന്നെ പറയാൻ പറയും അവർ മണ്ണ് കടത്തിക്കൊണ്ടു പോകുന്നത്. ഇന്നലെ പള്ളിപ്പാടത്ത് വലിയ അപകടം വരുന്ന രീതിയിൽ വലിയ പാറക്കൂട്ടം ജനവാസ കേന്ദ്രത്തിലേക്ക് വീഴുന്ന ഒരവസ്ഥയുണ്ടായി. ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട അധികാരി വർഗത്തോട് പറയാനുള്ളത്, ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് എന്നേക്കുമായിട്ട് ഈ മണ്ണിടിപ്പ് അവിടെ നിർത്തലാക്കണം. പിന്നെ ജിയോളജി വകുപ്പ് കൊടുത്ത നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ മണ്ണ് ഇടിപ്പ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. റോഡരികിൽ വീണ് കിടന്നിരുന്ന മാങ്ങയെടുത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഓട്ടോ ടാക്സി ഇടിച്ചു പരിക്കേറ്റ എടപ്പാൾ സ്വദേശിയായ യുവാവ് മരിച്ചു. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ കൂടിയായ എടപ്പാൾ തുയ്യത്ത് താമസിക്കുന്ന വെള്ളായിക്കോട്ട സിദ്ധാർത്ഥന്റെ മകൻ 40 വയസ്സുള്ള ഷിജുവാണ് മരിച്ചത്. ബുധനാഴ്ച കാലത്ത് 11:30 പൊന്നാനി ബിയത്ത് വെച്ചാണ് അപകടം നടന്നത്. സ്വകാര്യ ബസ്സിൽ കണ്ടക്ടറായിരുന്ന ഷിജു റോഡിൽ വീണ് കിടന്നിരുന്ന മാങ്ങയെടുത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ എതിരെ വന്ന ഓട്ടോ ടാക്സി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷിജുവിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും
ബുധനാഴ്ച രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. വർഷങ്ങളായി ചങ്ങരംകുളം എടപ്പാൾ പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒലിയിൽ ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഷിജു അവിവാഹിതനാണ്. മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.